1789 ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. ഏകദേശം 1793 ആയപ്പം ഈ കാണുന്ന മുതലുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ഗില്ലറ്റിൻ. ഇത് ആളുകളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 1793 ലൂയി 16 കുടുംബവും ഗില്ലറ്റിനാലാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാലം, അതായത് ഈ ഗില്ലറ്റ് ഉപയോഗിച്ചിരുന്ന കാലം ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഭീകരവാഴ്ച കാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1793 മുതൽ 1794 വരെയാണ് ഭീകരവാഴ്ച കാലം. അപ്പോൾ ഈ ഭീകരവാഴ്ച കാലത്തിൽ ഈ ഭീകരവാഴ്ച കാലം എന്നറിയപ്പെട്ടിരുന്ന ഒരു ഭരണകാലവും കൂടെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അത് റോബസ്ഫിയറുടെ കാലമാണ്. ഇപ്പോൾ റോബസ്ഫിയർ ജാക്കോബിയൻ ക്ലബിൻ്റെ നേതൃസ്ഥാനത്തുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ജാക്കോബിയൻ ക്ലബ്ബ് രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താനും ഈ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരമൊക്കെ നട്ടത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു മുതലുണ്ട്, മാരി ആൻറ്റോയിനറ്റ്. റൊട്ടിയില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചില്ലേ, അവരെയും വധിച്ചത് ഈ ഗില്ലറ്റിന് ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകളെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് വധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആശയം നിർദ്ദേശിച്ചത് ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ഗില്ലറ്റിൻ എന്ന പേര് ഉണ്ടായത്. ലൂയി 16 വധശിക്ഷയ്ക്ക് ശേഷം ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഒരു കമ്മിറ്റി, അതായത് പൊതുരക്ഷാ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി രൂപീകരിച്ചതും റോബസ്ഫിയറാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന 2 വ്യക്തികളാണ് ഡാൻഡൻ ഹെർബർട്ട്, മാരാട്ട് തുടങ്ങിയവർ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അങ്ങനെ ഒത്തിരി. അപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്